റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നത് എന്തിനാണ്? റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ പൂർണ്ണമായും നിർത്തിയാൽ എന്ത് സംഭവിക്കും? അത് വിപണിയിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും. സപ്ലൈ തടസ്സപ്പെടുകയാണെങ്കിൽ ഇന്ധനവില കുതിച്ചുവരും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ഈ തീരുമാനം പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ചുവടുവെപ്പാണ് ഇന്ത്യ ഈ വിഷയത്തിൽ വയ്ക്കുന്നത്. റഷ്യൻ ക്രൂഡിൽ നിന്ന് മാറിയാൽ ബാരലിന് അധിക ബാധ്യത $8 മുതൽ $10 വരെയാകും. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇത്രയേറെ ശക്തമാണ് എങ്കിലും റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്താൻ ഇന്ത്യക്ക് സാധിക്കില്ല. അമേരിക്കൻ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു. എങ്കിലും ഇറക്കുമതി പൂർണ്ണമായി നിർത്തുമെന്ന് ഇതുവരെ കേന്ദ്ര സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. രാജ്യത്തെ രണ്ടാമത്തെ വലിയ സ്വകാര്യ എണ്ണ കമ്പനിയായ നയാര തുടർന്നും റഷ്യൻ ക്രൂഡ് വാങ്ങും. ഗുജറാത്തിൽ 4 ലക്ഷം ബാരൽ പ്രതിദിന ഉൽപാദന ശേഷിയിൽ റിഫൈനറിയുള്ള നയാരയുടെ 49.13% ഓഹരികൾ റഷ്യൻ ഊർജ്ജ ഭീമനായ റോസ് നെഫ്റ്റിന്റെ കൈവശമാണുള്ളത്. ജനുവരിയിൽ പ്രതിദിനം 4.71 ലക്ഷം ബാരൽ ക്രൂഡാണ് നയാര റഷ്യയിൽ നിന്നും ഇറക്കുമതി നടത്തിയത്. ഇന്ത്യയുടെ മൊത്തം റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ 40%മാണിത്. യൂറോപ്യൻ ഉപരോധം ഉള്ളതിനാൽ നയാരയ്ക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അതേസമയം റിലയൻസ് ഇൻഡസ്ട്രീസ് അടക്കമുള്ള കമ്പനികൾ അടുത്ത മാസം മുതൽ അമേരിക്കൻ ഉപരോധമില്ലാത്ത റഷ്യൻ സപ്ലയർമാരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ജാംനഗറിലെ റിഫൈനറി കോംപ്ലക്സിലേക്ക് 5 ലക്ഷം ബാരൽ ക്രൂഡ് വാങ്ങുന്നതിന് റഷ്യയിലെ റോസ് നെഫ്റ്റുമായി റിലയൻസ് ഇൻഡസ്ട്രീസിന് വലിയൊരു കാലയളവിലെ കരാറാണുള്ളത്. കഴിഞ്ഞ ഡിസംബറിലാണ് അവസാനമായി റഷ്യൻ ക്രൂഡ് റിലയൻസ് വാങ്ങിയത്. അമേരിക്കൻ ഉപരോധം നേരിടുന്ന റോസ് നെഫ്റ്റും ലൂക്കോയിലും ഒഴികെയുള്ള കമ്പനികളുമായി ഇടപാട് നടത്താനാണ് കമ്പനികൾ ഇനി ആലോചിക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് കേന്ദ്ര സർക്കാർ ഇതുവരെ നയം വ്യക്തമാക്കിയിട്ടില്ല. ക്രൂഡ് ഇറക്കുമതി ആഭ്യന്തര കമ്പനികളുടെ തീരുമാനമാണ്. കരാർ ചട്ടക്കൂടുമായി ബന്ധമില്ല എന്നാണ് പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. വിപണി സാഹചര്യങ്ങൾ പരിഗണിച്ച് വിവിധ റിഫൈനറികൾ വാണിജ്യ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് ഇൻഡസ്ട്രീസ് ഇത് മൂന്നുമാണ് ഏപ്രിലിൽ റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച ഏതാനും വീപ്പ എണ്ണ മാർച്ചിൽ വാങ്ങും. അതേസമയം മറ്റു പല എണ്ണ ശുദ്ധീകരണശാലകളും റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചു. എന്നാൽ ഇക്കാര്യം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. 2022 റഷ്യ ഉക്രൈനിൽ കയ്യേറ്റം നടത്തിയ ശേഷമാണ് ഇന്ത്യ അവിടെ നിന്നും കൂടുതലായി എണ്ണ വാങ്ങി തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അനൌദ്യോഗിക നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനികൾ ഏപ്രിൽ മാസത്തേക്ക് റഷ്യൻ എണ്ണ കമ്പനികളിൽ നിന്നുള്ള ഓർഡർ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചത്. മാർച്ചിലേക്കുള്ള ഓർഡറുകളിൽ മാറ്റമുണ്ടാകില്ല. റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റിന് 49% ഓഹരിയുള്ള നയാരയും റിഫൈനറി അറ്റകുറ്റപ്പണി കാരണം ഏപ്രിലേക്കുള്ള ഓർഡർ നിർത്തിയിട്ടുണ്ട്. തുടർന്ന് വാങ്ങുമോ എന്നതിൽ വ്യക്തതയില്ല. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, MRPL, HMEL കമ്പനികൾ നേരത്തെ തന്നെ റഷ്യൻ എണ്ണ നിർത്തിയിരുന്നു. ജനുവരിയിൽ റഷ്യയിൽ നിന്ന് ദിവസം 10 ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തത് മാർച്ചിൽ 5 മുതൽ 6 ലക്ഷമായി കുറയും എന്നാണ് വിലയിരുത്തൽ. ഇതിൽ 4 ലക്ഷവും നയാരയുടേതാണ്. അതേസമയം റഷ്യൻ എണ്ണ നിർത്തുന്നതിൽ കേന്ദ്ര സർക്കാർ ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയമെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കും എന്ന് മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. US ഭീഷണിക്ക് കേന്ദ്രം വഴങ്ങിയത് നിന്ദ്യമാണ് എന്നും ഇന്ത്യൻ നയങ്ങൾ തീരുമാനിക്കുന്നത് US ആണോ എന്നുമാണ് CPM നിലപാട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.